പ്രതിരോധ കോട്ടയൊരുക്കി ചൈന. ലോകം കാണാത്ത വമ്പൻ സൈനിക നീക്കം. യുദ്ധത്തിന്റെയും ഉപരോധങ്ങളുടെയും നടുവിൽ നിൽക്കുന്ന ഉറ്റ സുഹൃത്തായ റഷ്യയെ ഏതു വില കൊടുത്തും രക്ഷിക്കാൻ തയ്യാറായിരിക്കുകയാണ് ചൈന. 2022 യുക്രൈൻ യുദ്ധത്തിന് ശേഷം റഷ്യ ചൈന അച്ചുതണ്ട് ശക്തമാണ് എന്ന പാശ്ചാത്യ രാജ്യങ്ങളുടെ ആശങ്കകൾക്ക് അടിവരയിടുന്നതാണ് ഈ പുതിയ റിപ്പോർട്ടുകൾ. റഷ്യൻ സൈനികർക്കായി ചൈന ഒരുക്കിയ ആ രഹസ്യ അജണ്ടയാണ് പുറത്തു വരുന്നത്. നയതന്ത്ര പിന്തുണയ്ക്കപ്പുറം അതീവ രഹസ്യമായ ചില നീക്കങ്ങൾ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ നടന്നുവെന്ന ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നത്. റഷ്യൻ പ്രതിരോധ മന്ത്രി ആൻഡ്രി ബെലോസോവ് വ്യക്തിപരമായ അനുമതി നൽകിയ ചൈനയിലെ ആ രഹസ്യ സൈനിക പരിശീലനത്തിന് പിന്നിലെ ലക്ഷ്യം എന്തായിരുന്നു? അതിന്റെ ഉത്തരമാണ് പുറത്തു വന്നത്. യുദ്ധത്തിൽ നിഷ്പക്ഷത പാലിക്കുന്നുവെന്നും സമാധാന ചർച്ചകൾക്ക് പിന്തുണ നൽകുന്നുവെന്നും ആവർത്തിച്ച് പറയുന്നുണ്ടെങ്കിലും റഷ്യയുമായി ചൈന നടത്തുന്ന ചൈന സൈനിക സഹകരണം വ്യാപ്തിയെക്കുറിച്ച് പാശ്ചാത്യ രാജ്യങ്ങൾ ഏറെക്കാലമായി സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. ചൈന നേരിട്ട് ആയുധങ്ങൾ നൽകിയില്ലെങ്കിലും പരിശീലനം, സാങ്കേതിക സഹകരണം, പ്രതിരോധ മേഖലയിലെ ഇടപെടലുകൾ എന്നിവയിലൂടെ റഷ്യയ്ക്ക് പിന്തുണ നൽകുന്നുണ്ടോ എന്ന ചോദ്യമാണ് ഇപ്പോൾ വീണ്ടും ഉയർന്നിരിക്കുന്നത്. റോയിട്ടേഴ്സ് കണ്ടതായി പറയുന്ന രഹസ്യ റഷ്യൻ രേഖകൾ പ്രകാരം 2025 ഓഗസ്റ്റ് റഷ്യൻ പ്രതിരോധ മന്ത്രി ആൻഡ്രി ബെലോസോവ് പുറപ്പെടുവിച്ച ആഭ്യന്തര ഉത്തരവിന്റെ ഫലമായി റഷ്യൻ പ്രതിനിധി സംഘം ചൈനയിലേക്ക് യാത്ര തിരിച്ചു. ചൈനീസ് പീപ്പിൾസ് ലിബറേഷൻ ആർമിയുടെ സൈനിക കേന്ദ്രങ്ങളിലാണ് ഈ പരിശീലനങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. സാധാരണ സൈനിക അഭ്യാസങ്ങൾക്കപ്പുറം അതീവ സങ്കീർണവും തന്ത്രപ്രധാനവുമായ മേഖലകളിൽ പരിശീലനം നടന്നതായി പുറത്തുവന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. പ്രത്യേകിച്ചും റേഡിയോളജിക്കൽ, ബയോളജിക്കൽ, കെമിക്കൽ യുദ്ധരീതികളുമായി ബന്ധപ്പെട്ട പരിശീലനമാണ് രാജ്യങ്ങളുടെ ആശങ്ക വർദ്ധിപ്പിക്കുന്നത്. 2025 നവംബറിൽ ബീജിംഗിലെ ഒരു സൈനിക കേന്ദ്രത്തിൽ 3 ആഴ്ച നീണ്ടുനിന്ന പരിശീലന പരിപാടി നടന്നതായാണ് റിപ്പോർട്ടുകൾ. റേഡിയേഷൻ നിരീക്ഷണം, രാസമാലിന്യങ്ങൾ കണ്ടെത്തൽ, ജൈവരാസ ആക്രമണങ്ങളിൽ നിന്നുള്ള പ്രതിരോധം, ആണവ സൗകര്യങ്ങളുടെ സുരക്ഷ, മലിനീകരണത്തിൽ നിന്നും വെന്റിലേഷൻ സംവിധാനങ്ങളെ സംരക്ഷിക്കൽ തുടങ്ങിയ വിഷയങ്ങളാണ് റഷ്യൻ സൈനികരെ ചൈനീസ് ഇൻസ്ട്രക്ടർമാർ പഠിപ്പിച്ചതെന്ന് രേഖകൾ വ്യക്തമാക്കുന്നു. ചൈനീസ് പരിശീലകർ റഷ്യൻ സൈനികർക്ക് ക്ലാസുകൾ നൽകുന്നതും മാതൃക ആണവ റിയാക്ടറുകൾ ഉപയോഗിച്ച് പരിശീലനം നൽകുന്നതും ഉൾപ്പെടെയുള്ള ദൃശ്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട്. ആണവരാസ ജൈവ യുദ്ധ സാഹചര്യങ്ങളെ നേരിടുന്നതിനുള്ള പരിശീലനം സാധാരണ സൈനിക സഹകരണത്തിൽ അപൂർവമാണെന്നും ഇത്തരം വിഷയങ്ങൾ അതീവ രഹസ്യ സ്വഭാവമുള്ളവയാണെന്നും സുരക്ഷാ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ഈ പരിശീലന പരിപാടിയിൽ നിരവധി ഉന്നത സൈനിക ഉദ്യോഗസ്ഥർ നേരിട്ട് പങ്കെടുത്തതും ശ്രദ്ധേയമാണ്. റഷ്യൻ കരസേനയുടെ പ്രതിനിധി കമാൻഡർ ഇൻ ചീഫ് കേണൽ ജനറൽ റുസ്തം മുറാഡോവാണ് റഷ്യൻ സംഘത്തെ നയിച്ചതെന്ന് രേഖകൾ വ്യക്തമാക്കുന്നു. അതേസമയം പീപ്പിൾസ് ലിബറേഷൻ ആർമിയുടെ റേഡിയോളജിക്കൽ, കെമിക്കൽ ആൻഡ് ബയോളജിക്കൽ ഡിഫൻസ് അക്കാദമിയുടെ മേധാവിയായ മേജർ ജനറൽ ലീ ജിൻസൺ പരിശീലന പരിപാടികളുടെ ഉദ്ഘാടന ചടങ്ങുകളിൽ പങ്കെടുത്തതായും റിപ്പോർട്ടുകളുണ്ട്. കൂടാതെ റഷ്യൻ മേജർ ജനറൽ വിറ്റാലി ജെറാസിമോവും പരിശീലനത്തിൽ പങ്കെടുത്തതായി രേഖകൾ പരാമർശിക്കുന്നു. എന്നാൽ ഈ ആരോപണങ്ങൾ ചൈന ശക്തമായി നിഷേധിച്ചിട്ടുണ്ട്. ഉക്രൈൻ പ്രതിസന്ധിയിൽ ചൈനയുടെ നിലപാട് എപ്പോഴും സ്ഥിരതയുള്ളതാണെന്നും പൂർണ്ണമായും അടിസ്ഥാനരഹിതമാണെന്നും ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവിച്ചു. അതേസമയം റഷ്യൻ പ്രതിരോധ കേന്ദ്രവും ചൈനീസ് പ്രതിരോധ കേന്ദ്രവും ഈ റിപ്പോർട്ടുകളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് നേരിട്ട് പ്രതികരിച്ചിട്ടില്ല. പാർട്ടി യൂണിയനിൽ ഈ വിഷയം വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. റഷ്യയെ യൂറോപ്പിന്റെ പ്രധാന സുരക്ഷാ ഭീഷണിയായി കണക്കാക്കുന്ന സാഹചര്യത്തിൽ ചൈനയുമായുള്ള സൈനിക സഹകരണം വർദ്ധിപ്പിക്കുന്നത് ബ്രസൽസിലെ ആശങ്കപ്പെടുത്തുകയാണ്. ലോകത്തിലെ രണ്ടാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയുമായും യൂണിയന്റെ പ്രധാന വ്യാപാര പങ്കാളിയായ ചൈനയുമായും സാമ്പത്തിക ബന്ധം നിലനിർത്തേണ്ടതിന്റെ ആവശ്യകതയും സുരക്ഷാ ആശങ്കകളും എങ്ങനെ സന്തുലനം കണ്ടെത്തണമെന്നാണ് നേതാക്കൾ നേരിടുന്ന വലിയ വെല്ലുവിളി. റഷ്യയുടെ യുദ്ധത്തിന് പിന്നിലെ നിർണായക സഹായിച്ച ചൈനയാണെന്ന വിദേശ നയ മേധാവി കാജ കല്ലാസിന്റെ പരസ്യ പ്രസ്താവനയും വിരൽ ചൂണ്ടുന്നത് ഒരേ ഒരു യൂണിറ്റിന്റെ ഉപരോധങ്ങളും യാഥാർത്ഥ്യത്തിലേക്കാണ്. റഷ്യ ചൈന ബന്ധം വെറുമൊരു സാമ്പത്തിക സഹകരണത്തിൽ ഒതുങ്ങുന്നതല്ല. പാശ്ചാത്യ രാജ്യങ്ങളുടെ കടുത്ത ഉപരോധങ്ങളെയും മുന്നറിയിപ്പുകളെയും പൂർണ്ണമായും അവഗണിച്ചുകൊണ്ട് ആഗോള ശക്തി സമവാക്യങ്ങളെ അട്ടിമറിക്കാൻ പോന്ന ഒരു സൈനിക ഭൗമരാഷ്ട്രീയ കൂട്ടുകെട്ടായി അതിവേഗം പരിണമിക്കുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.